Shiva Silks, Kasargod, Kaningad, Mangalore. രാഹുൽ ഗാന്ധിക്ക് പിണറായി വിജയനെ പേടിയാണോ? അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനെ, അല്ലെങ്കിൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ? എന്താണ് സത്യം? പ്രചരണങ്ങൾ കൊഴുക്കുകയാണ് നവമാധ്യമങ്ങളിൽ. CPM-നെ പേടിച്ച് രാഹുൽ പറയുകയാണ്, CPM എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയുകയില്ല എന്ന്. പല രീതിയിലുള്ള പ്രചരണങ്ങളാണ് സൈബർ ലോകത്ത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രചരണങ്ങളിലെ വസ്തുത എന്ത്? നമുക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞ ആ വാക്കുകളിലേക്ക് കടന്നു പോകാം. മാധ്യമങ്ങളോട് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ ശത്രു CPM അല്ല, ഇടതുപക്ഷമല്ല, മറിച്ച് BJP ആണ്. എന്തുകൊണ്ട് വയനാട്ടിൽ? അതിനും കൃത്യമായിട്ടുള്ള ഉത്തരം രാഹുൽ ഗാന്ധി പറയാതെ പറയുന്നുണ്ട്. ദക്ഷിണേന്ത്യയെ നിയന്ത്രിക്കാൻ അതിനനുസൃതമായിട്ടുള്ള സുരക്ഷിതമായ ഒരു മണ്ഡലം കേരളത്തിൽ ആവശ്യമാണ്. ആ മണ്ഡലമാണ് വയനാട്. അതുകൊണ്ടാണ് വയനാടിനെ തിരഞ്ഞെടുത്തത്. അല്ലാതെ ഒരു CPM വേട്ടയ്ക്ക് വേണ്ടിയല്ല വയനാടിനെ തിരഞ്ഞെടുത്തത് എന്ന് രാഹുൽ ഗാന്ധിയുടെ ആ ഉത്തരത്തിൽ നിന്ന്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ആ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ നിന്ന് എത്രത്തോളം വ്യക്തമെന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പിണറായി വിജയൻ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാം കൊണ്ടും ഒന്നിച്ചു നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ CPM-നെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് നൽകുന്ന പ്രഹരം ചെറുതൊന്നുമല്ല. അതുകൊണ്ട് അദ്ദേഹം അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്തു. അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഈ തീരുമാനം ശരിയായിരുന്നില്ല എന്നതാണ്. തീർച്ചയായും ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സഖ്യത്തിന് കേരളത്തിലേക്ക് വരുമ്പോൾ ആ സഖ്യത്തിന് എതിരായി മത്സരിക്കുന്നത് എന്ന് പറയുന്നത് ഏറ്റവും മോശമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആ വിഷയത്തിൽ ഒരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും വയനാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CPM-നെ കുറ്റം പറയുകയില്ല, അവരെ പ്രതിരോധിക്കാൻ വേണ്ടി അവർക്ക് മേലിൽ ഒരു അക്രമം അഴിച്ചുവിടുകയില്ല എന്ന് വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധി പറയുകയാണ്. അവരെന്നെ പ്രതിരോധിച്ചു കൊള്ളട്ടെ, അവർ എനിക്ക് നേരെ ആക്രമണം നടത്തിക്കൊള്ളട്ടെ, പക്ഷേ ആ ആക്രമണങ്ങളൊക്കെ ഞാൻ ചെറുത്തു തോൽപ്പിക്കും, പക്ഷേ ഒരിക്കലും അത് CPM-നെ എതിർത്തുകൊണ്ടാവില്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ കാര്യത്തിലെ ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നുപോയാൽ തന്നെ നമുക്കറിയാം, വയനാട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് NCP-യുടെ ശരത് പവാറും അതുപോലെ തന്നെ യെച്ചൂരിയും ഒക്കെ വലിയ രീതിയിൽ ഒരു കൂടിയാലോചന രാഹുൽ ഗാന്ധിയുമായി നടത്തിയിരുന്നു. അതിനുശേഷമൊക്കെയാണ് ഈ തീരുമാനം വന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായി ചില ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, ഈ തീരുമാനം എടുത്തതിന് പിന്നിൽ ചിലപ്പോൾ നിങ്ങളുടെ നേതാക്കന്മാരുടെയും അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. കാരണം ഇടതുപക്ഷത്തെ നേരിടുക എന്നുള്ളതല്ല, ദക്ഷിണേന്ത്യയിലെ BJP-യുടെ ആധിപത്യം, കടന്നുവരുന്ന ആധിപത്യത്തെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ കേരളത്തിൽ മത്സരിക്കണം. അത് വയനാട്ടിൽ മത്സരിച്ചു കഴിഞ്ഞാൽ വയനാടിന്റെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ആ തരംഗം വ്യാപിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ പോലും വയനാട്ടെ തീരുമാനത്തിൽ ഒരു ഖേദം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞ ആ മറുപടിയിൽ നിന്നും വ്യക്തമാക്കുന്നത്. CPM-നോടുള്ള പൂർണ്ണ ബഹുമാനത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഈ കാര്യം വാർത്താ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.